ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് മീനഭരണിയാണ് കേട്ടോ. ഇന്ന് മീനഭരണിയായിട്ട് എൻ്റെ അമ്മയുടെ നാട്ടിൽ ഇന്നാണ് ഉത്സവം. പുനലൂരാണ്. അവിടെ ഭരണിക്കാവ് ക്ഷേത്രം എന്ന് പറഞ്ഞൊരു ദേവീക്ഷേത്രമുണ്ട്. അവിടെ മീനഭരണിയാണ് ഉത്സവം. അവിടെ പൊങ്കാലയൊക്കെ നേരത്തെ കഴിയും. കുംഭമാസത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ച അവിടെ പൊങ്കാല കഴിയും. അതും ഭയങ്കര ഉത്സവമാണ്. അത് കഴിഞ്ഞ് വേറെ ദിവസമാണ് അവിടെ ഉത്സവം വരുന്നത്. കുംഭത്തിലും മീനത്തിലുമായിട്ടാണ് രണ്ടും പൊങ്കാല ഉത്സവം. അപ്പം മിക്കാറുള്ള വർഷങ്ങളിലും നമ്മൾ ഒന്നീ പൊങ്കാലയ്ക്ക് വരാറുണ്ട്, ഇല്ലെങ്കിൽ ഉത്സവത്തിന് വരാറുണ്ട്. കഴിഞ്ഞ വർഷം മാമി മരിച്ചിട്ട് ഒരു വർഷം ആയില്ലായിരുന്നു. അതുകൊണ്ട് കഴിഞ്ഞ വർഷം ആരും വന്നില്ല, പൊങ്കാലയൊന്നും ഇട്ടില്ല. ഈ വർഷം പൊങ്കാലയ്ക്കൊന്നും വരാൻ പറ്റിയില്ല, പൊന്നൂട്ടിക്ക് എക്സാം ആയിരുന്നു. അതുകൊണ്ട് ഉത്സവത്തിന് വരാമെന്ന് വിചാരിച്ചു. കുറേ വർഷങ്ങളായി എല്ലാവരും കൂടെയൊക്കെ കൂടിയിട്ട്. ഇത് ഇവിടുത്തെ ആനയാണ് കേട്ടോ. ഇത് ഞങ്ങൾ കുഞ്ഞുനാൾ മുതൽ ഞാൻ ഉണ്ണിക്കൊണ്ടും വരുമ്പോൾ ഈ ആന ചെറുതായിരുന്നു. ഉമാദേവി എന്നാണ് ഇതിൻ്റെ പേര്. ഇവിടുത്തെ ഹൈലൈറ്റ് ഐറ്റം ഈ ആനയാണെന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ അല്ലാതെ നമ്മുടെ വീടിൻ്റെ അടുത്തുനിന്ന് ഒരു അമ്പലത്തിൽ സ്വന്തമായിട്ടൊരു ആനയുള്ളത് ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ പണ്ട് മുതലേ, ഞങ്ങളുടെയൊക്കെ കുഞ്ഞുനാൾ മുതലേ ഉള്ളതാണ്. പൊന്നൂട്ടിയെ ആനയെ കാണിക്കാം, ആനയുള്ള അമ്പലത്തിൽ പോകാമെന്ന് പറയുമ്പോഴാണ് പൊന്നൂട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പൊന്നൂട്ടി ആനയൊക്കെ കണ്ടിരിക്കുകയാണ്. അമ്മ ഇവിടെ ഭക്തിയൊക്കെ കയറി ഭക്തി മൂത്തിരിക്കുക എന്നൊക്കെ പറയില്ല, അങ്ങനെ ഇരിക്കുകയാണ് അമ്മ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മാമൻ്റെ വീട്ടിലോട്ട് വന്നു. അവിടെയാണ് ഇന്ന് ഉത്സവം ഉള്ളത്. പണ്ട് തൊട്ടേ നമ്മളെല്ലാവരും ഇവിടെയാണ്. അമ്മയുടെ അച്ഛൻ, അമ്മ എല്ലാവരും ഉള്ളത് ഇവിടെയായിരുന്നു. അപ്പൂപ്പനും അമ്മൂമ്മയൊക്കെ മരിച്ചു. കഴിഞ്ഞതിൻ്റെ അങ്ങേ വർഷം മാമി മരിച്ചതിൻ്റെ ഒരു കുറവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ഇതാണ്. ആ വീട്ടിലോട്ട് കയറി ചെല്ലുമ്പോഴേ നമുക്കത് ഫീൽ ചെയ്യും. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഓരോ വർഷങ്ങൾ കഴിയും തോറും ഓരോരുത്തർ വരും, ഓരോരുത്തർ പോവും. അങ്ങനെ ഇതാണല്ലോ. ഇത് ഇവിടുത്തെ തോടാണ് കേട്ടോ. ഈ തോടിൻ്റെ അപ്പുറത്ത് അണ്ണൻ്റെ കടയാണ്. അത് കഴിഞ്ഞ് ബാക്കിലായിട്ടാണ് രണ്ടെണ്ണന്മാരെയും വീട്. അപ്പോൾ അവിടെ വണ്ടികൾ വേറെ കിടക്കുന്നതുകൊണ്ട് വണ്ടി ഇടാൻ സ്ഥലം കിട്ടിയില്ല. ഒരു കാട്ടിലോട്ട് വണ്ടി കയറ്റിയിട്ടിട്ട് ഇതുവഴി അങ്ങ് കയറാമെന്ന് വിചാരിച്ച് അമ്മയും പൊന്നൂട്ടിയും കൂടെ പോവുകയാണ്. നല്ല മഴക്കാലം വരുമ്പോൾ ഈ തോട് കവിഞ്ഞൊഴുകി കടയിലൊക്കെ വെള്ളം കയറും. ഇവിടെ ഫുള്ള് വെള്ളപ്പൊക്കമാണ്. അവിടുത്തെ വീട്ടിലെ ഹൈലൈറ്റ് ആയിട്ടും ആര്യ ചേച്ചിയുടെ ഗാർഡനാണ് കേട്ടോ. ഇപ്പോൾ പിന്നെ പണ്ടത്തെ കണക്കുള്ള പൂക്കളൊന്നുമില്ല, അത്യാവശ്യം കുറച്ചൊക്കെ ഉള്ളൂ. ചേച്ചിക്കും സമയമില്ല, ബിസിയാണ്. 2 കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ തിരക്കായതുകൊണ്ട് ഉണ്ട്, എന്നാലും ഉണ്ട്. പക്ഷേ പണ്ടത്തെ അത്രയില്ല. ഞങ്ങൾ വീടിൻ്റെ അകത്തോട്ടൊക്കെ കയറി ചേച്ചി ഇവിടെ നിൽക്കുന്നത്. ചേച്ചിക്ക് അറിയാൻ ഞാൻ യൂട്യൂബ് ഇടുമെന്ന്. അങ്ങനെ മാറിപ്പോയി ക്യാമറയുടെ ഫ്രണ്ടിൽ നിന്ന്. നന്ദുക്കുഞ്ഞാവ് ഉറക്കം എണീറ്റതേ ഉള്ളൂ. പൊന്നൂട്ടി വന്ന ഉടനെ ഇരിപ്പായി. നമ്മൾ രാവിലെ എണീറ്റല്ലേ. ചേച്ചി ഞങ്ങൾക്ക് ചായ ഇടുവാണ്. പണ്ടൊക്കെ നമ്മൾ വന്ന ഉടനെ ഇതേ സ്ഥാനത്ത് ഇതേ ചായപാത്രമായിട്ട് മാമിയായിരുന്നു നിൽക്കുന്നത്. അങ്ങനെ ഞങ്ങൾ കാപ്പി കുടിക്കാൻ തുടങ്ങി. ഫസ്റ്റ് നന്ദുക്കുഞ്ഞാവേയും പൊന്നൂട്ടിയും കാശിയും വന്ന് കാശൂട്ടനും കൂടെ കാപ്പി കുടിക്കാനായിട്ടിരിക്കുകയാണ്. കാശൂട്ടൻ കുഴപ്പമില്ലാതെ കഴിച്ച്. പൊന്നൂട്ടി അവിടെ ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുകയാണ്. നന്ദുക്കുഞ്ഞാവ് എന്നെ പേടിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണേ. അത് കഴിഞ്ഞ് ഞാനും കാപ്പി കുടിക്കാമെന്ന് വെച്ച്. ഈ പ്ലേറ്റ് കണ്ടിട്ട് ആരും തെറ്റിദ്ധരിക്കേണ്ട, ഇത് പൊന്നൂട്ടി കഴിച്ച പ്ലേറ്റാണ്. പൊന്നൂട്ടി എല്ലാമൊന്നും കഴിച്ചില്ല. അതുകൊണ്ട് അതിനകത്ത് തന്നെ അങ്ങ് കഴിക്കാമെന്ന് വിചാരിച്ചതാണ്. ഇഡ്ഡലി സാമ്പാറും ചമ്മന്തിയായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കോമ്പിനേഷനാണത്. അത് കഴിഞ്ഞ് അവിടെ സദ്യക്കുള്ള പരിപാടികളൊക്കെ റെഡി ആവണേ. ക്യാബേജ് തോരനൊക്കെ റെഡിയായി. ഇവിടെ വീടിൻ്റെ അകത്ത് ഗ്യാസ് അടുപ്പ് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ, പുറത്താണ് അടുപ്പ്. ഇതിപ്പം ആൾ തോനെ ഉണ്ടായിട്ട് ചേച്ചി അപ്പുറത്ത് ഒരു വീട്ടിൻ്റെ ബാക്ക് സൈഡിൽ ഒരടുപ്പിൽ ചോറും ഇപ്പുറത്തെ സൈഡിൽ സ്ഥിരമായിട്ടൊരടുപ്പുണ്ട്. അവിടെ അല്ലാതുള്ള കറികളൊക്കെ വയ്ക്കുവാണ്. വല്യമ്മച്ചി വന്നിട്ടുണ്ടായിരുന്നു. വല്യമ്മച്ചി അവിടെ കമന്ന് കിടന്നൊക്കെ ചോറ് ഊറ്റുവാണ്. അപ്പം ഞാനാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഫോണും കൊണ്ട് ചെല്ലുമ്പം എന്നെ വഴക്ക് പറയും. അറിയത്തില്ല യൂട്യൂബ് ചാനൽ ഇടാനാണെന്നോ യൂട്യൂബ് ചാനൽ ഉണ്ടെന്നോ എനിക്ക് വല്യമ്മച്ചിക്ക് അറിയത്തില്ല. വല്യമ്മച്ചി ആയിരിക്കും ഞാൻ വാട്സപ്പിൽ എല്ലാവർക്കും അയച്ചു കൊടുക്കാനെന്ന് പറഞ്ഞാൽ വഴക്ക് പറയും. അത് കഴിഞ്ഞ് ഇവരെല്ലാം കൂടെ മറ്റേ ഒരു പൊട്ടാസുണ്ട്, ഇട്ടാപ്പുട്ടി എന്ന് പറയുന്ന പൊട്ടാസ്, അതൊക്കെ ഇട്ട് കളിക്കുകയാണ്. ലച്ചു എല്ലാവർക്കും കൊടുക്കണം. മുട്ടായിക്ക് കൈ നീട്ടിയിരിക്കുന്ന കണക്കാണ് ഓരോരുത്തരായിട്ട് ഇവിടെ നിൽക്കുന്നത്. കുറേയൊക്കെ എനിക്കൊന്ന് തണുത്തിട്ടാണെന്ന് തോന്നുന്നു. കുറേയൊന്നും പൊട്ടുന്നില്ലായിരുന്നു, കുറേയൊക്കെ പൊട്ടി. പൊന്നൂട്ടിയൊക്കെ എറിയുന്ന നോക്കേണ്ട. പൊന്നൂട്ടിയുടെ ആരോഗ്യം എല്ലാം എടുത്തിട്ടാണ് പൊന്നൂട്ടിയൊക്കെ എറിയുന്നത്. ഇന്നിപ്പോൾ ഇവിടെ എല്ലാവരും വരും കേട്ടോ. ഇവിടുന്ന് മാമൻ വരും. പിന്നെ ഒരു മാമൻ അങ്ങ് കുണ്ടറയിലാണ്, അവരൊന്നും വരത്തില്ല. എളമ്പലൊരു മാമനുണ്ട്, മാമൻ വരും. ചേച്ചിയുടെ മോനും കൂടെ വരും. അത് കഴിഞ്ഞ് എല്ലാവരും ഇവിടെ ചീട്ട് കളിയാണ് കേട്ടോ. ഇവരൊക്കെ ഇപ്പോൾ ചീട്ട് കളിക്കാൻ തുടങ്ങി. പണ്ട് ഞങ്ങളുടെയൊക്കെ കടയിൽ അവിടെയൊക്കെ ഓരോ മാമന്മാർ ചീട്ട് കളിച്ചിട്ടിട്ട് ചെവിയിൽ ഒരു ഈർക്കിലൊക്കെ വെച്ചിട്ടുള്ളൊരു സാധനമൊക്കെ ഇട്ടിരിക്കുന്നതാണ് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത്. അതൊക്കെ ഇട്ട് റെഡിയാവുകയാണ് എല്ലാവരും. അവർക്ക് അവരുടേതായ ലോകം. കുറച്ച് പേര് അടുക്കളയിൽ, ഞാൻ ഫോൺ പിടിച്ചുകൊണ്ട് കിടപ്പുണ്ട്. ഇവിടെ പുളിശ്ശേരിയൊക്കെ റെഡിയായി. പാത്രങ്ങളൊക്കെ പഴയ പാത്രങ്ങളാണ് കേട്ടോ. അമ്മ ഇവിടെ എന്തൊക്കെയാണ് ചെയ്യുന്നത്, സലാഡിനൊക്കെ അരിയുന്നു, പുളിശ്ശേരിയൊക്കെ റെഡിയാക്കുന്നു. ഒരു സൈഡിൽ ആര്യ ചേച്ചിയും ചിഞ്ചു ചേച്ചിയും കൂടെ നിന്ന് വേറെ എന്തൊക്കെയാണ് പരിപാടികൾ. മുറ്റത്ത് കുറേ പേര് അതിൻ്റെ വേറെ എന്തൊക്കെയോ പരിപാടികൾ. അവിയലൊക്കെ റെഡിയായിട്ടോ. അവിയൽ, തോരൻ,
പരിപ്പ്, സാമ്പാർ എല്ലാം റെഡിയായി. അവിയലൊക്കെ ഇവിടെ റെഡി ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. വല്യമ്മച്ചിയാണ് ഇതിൻ്റെയൊക്കെ മെയിനായിട്ടുള്ള ആൾ. നമ്മൾ കളിയാക്കും കേട്ടോ, ഷെഫ് പിള്ള എന്നും പറഞ്ഞ് കളിയാക്കും. പായസത്തിന് പാത്രം എടുത്ത് വെച്ചേക്കണം. മാമനാണ് പായസം വയ്ക്കുന്നത്. അതിന് പാത്രം എടുത്ത് വെച്ചേക്കുവാണ്. മാമ പായസം വെപ്പ് എല്ലാ വർഷവും മാമൻ തന്നെയാണ്. ഇന്നിപ്പം ബ്രഹ്മസലിയാണ് വയ്ക്കുന്നത്. എല്ലാവർക്കും ബ്രഹ്മസലിയാണ് ഇഷ്ടം. എല്ലാവരും കഴിക്കും. അത് കഴിഞ്ഞ് ഇവിടുത്തെ കുട്ടിപ്പട്ടാളമൊക്കെ പല വഴിക്കായി കേട്ടോ. കാശൂട്ടൻ ഒരു ചെറുക്കം മാത്രമേ ഉള്ളൂ. ബാക്കി 3 പേരും പെണ്ണുങ്ങളായിട്ട് കാശൂട്ടനെ അവരുമായിട്ട് ചേരത്തില്ല. അങ്ങനെ പിന്നെ ഒരു നാരങ്ങ മിഠായി എടുത്ത്. അപ്പോഴത്തേന് കണ്ണൻകുട്ടൻ വന്ന്. കണ്ണൻകുട്ടിയുടെ ഫോണിലേക്ക് കളിച്ചിരിക്കുകയാണ്. നാരങ്ങ മിഠായി ഞാൻ എടുത്ത് ആര്യച്ചേച്ചി എടുത്ത് തന്നതാണ്. ഞാൻ എടുത്ത് എല്ലാവർക്കും കൊടുക്കുവാണ്. അതിന് ഓരോരുത്തരായിട്ട് 1ഉം 2ഉം ഒക്കെ എടുക്കും. പൊന്നൂട്ടി 5ഉം 6ഉം എണ്ണം എടുക്കാൻ നോക്കും. ഞാൻ പറഞ്ഞു അങ്ങനെ ഇപ്പോൾ എടുക്കണ്ട, എല്ലാവർക്കും വേണം എന്ന് പറഞ്ഞ് അവർ ഫുള്ള് ചീട്ട് കളിയാണ് കേട്ടോ. ഈ പിള്ളേരൊക്കെ എന്താവണമെന്തോ, രാവിലെ തൊട്ട് വൈകിട്ട് വരെ ചീട്ട് കളി. നന്ദകുഞ്ഞാവയ്ക്കൊക്കെ ഇതൊക്കെ എന്തിനാണെന്ന് അറിയാമെന്ന്. നന്ദകുഞ്ഞാവ അവരെ കൂടി ഇരുന്ന് ചീട്ട് പറക്കും. എനിക്കറിയത്തില്ല ഇതെങ്ങനെയാണ് കളിക്കുന്നതെന്ന്. എനിക്കിതുവരെ അറിയത്തില്ല, നോക്കിയിട്ടില്ല. ഇനി നോക്കണം. നാരങ്ങ മുട്ടയുടെ കവർ അപ്പോഴും തന്നെ കാലിയായി കേട്ടോ. നന്ദകുഞ്ഞാവയ്ക്ക് എന്നെ ഭയങ്കര പേടിയായിരുന്നു. ഞാൻ പൊന്നൂട്ടിയെ വഴക്ക് പറയുന്നത് കണ്ടിട്ട് അവൾക്ക് ഭയങ്കര പേടിയായിരുന്നു. ഇത് എൻ്റെ ഒരു പട്ടി ഷോ ഒന്നുമല്ല. കുറച്ച് നേരം പുകയത്ത് ചെന്ന് നിന്നപ്പോൾ കണ്ണ് നിറഞ്ഞതാണ്, വേറെ ഒന്നുമല്ല. ഇവർ 3 പേരും കൂടി ഇവിടെ പരിപ്പിന് എന്തൊക്കെയോ റെഡിയാക്കുവാണ്. ഒരാളും കൂടെ ഉണ്ട് കേട്ടോ. വല്യമ്മച്ചി അവിടെ തൊട്ടപ്പുറത്താണ് താമസം. അതുകൊണ്ട് വല്യമ്മച്ചിക്ക് അവിടെ ഉണ്ട് ഉത്സവം. വല്യമ്മച്ചിയുടെ ആൾക്കാരൊക്കെ അണ്ണന്മാരെ വൈഫിൻ്റെയൊക്കെ വീട്ടിൽ നിന്ന് അവിടെ വരുമെന്ന് തോന്നുന്നു. അപ്പം വല്യമ്മച്ചിക്ക് അവിടെ തന്നെ. ഇവിടെ പായസമൊക്കെ റെഡിയായി. മാമൻ പായസം ഇളക്കുവാണ്. പായസമാണല്ലോ മെയിൻ. നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഐറ്റം പായസമാണ്. 2 വല്യമ്മച്ചാരും കൂടെ എന്നെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവൾ ഫോണും കൊണ്ട് നടക്കുന്നത്. ഇത് ഞാൻ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടുമെന്ന് വെച്ചിട്ട് വാട്സപ്പിലാണ് ഇട്ടാൽ നോക്കിയൊന്നില്ല ശരിയാകുമെന്നും പറഞ്ഞ് കിടക്കുകയാണ്. ഞാൻ വിചാരിച്ചു ഇനി ഒന്നും ചെയ്തില്ലെന്ന് വേണ്ട, പോയൊന്ന് പായസം ഇളക്കാമെന്ന് വെച്ചാൽ അങ്ങനെ ഞാൻ ചിഞ്ചു ചേച്ചിയുടെ ഫോൺ കൊടുത്തിട്ട് പറഞ്ഞ് എനിക്കൊന്ന് വീഡിയോ എടുത്തുക, ഞാനും 2 ഇളക്കിളക്കട്ടെ എന്ന് പറഞ്ഞ് പായസം ഇളക്കുവാണ്. പായസം കൊള്ളായിരുന്നു. അത് ഞാൻ ഇളക്കിയോണ്ടല്ല, മാമ വെച്ചോണ്ടാണ് പായസം നല്ലതായത്. സദ്യ ഇങ്ങനെ ഞാനാണെങ്കിൽ സദ്യ പെട്ടെന്ന് കഴിയും കേട്ടോ. എന്ന് വെച്ചാൽ ഏറ്റവും ലാസ്റ്റ് പായസം വരുമല്ലോ. കല്യാണത്തിനൊക്കെ പോയാലും ഞാൻ അങ്ങനെയൊക്കെ തന്നെ ചെയ്യാറുള്ളത്. പെട്ടെന്ന് കഴിക്കും പായസം കുടിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ പയർ മെഴുക്കൊക്കെ റെഡി ആയിട്ടിരിക്കുന്നു. ആര്യച്ചേച്ചി അവിടെ പായസത്തിനുള്ള കാഷ്നട്ടും മുന്തിരിങ്ങയും അതെല്ലാം കൂടെയൊക്കെ റോസ്റ്റ് ചെയ്ത് മാമിയുള്ളപ്പോഴേയുള്ള പണ്ടത്തെ പാത്രമാണ് കേട്ടോ. പായസത്തിലോട്ട് അതങ്ങോട്ട് തട്ടുവാണ്. അടിപൊളി. ആഹാ. മാമിയൊക്കെ ഉള്ളപ്പോഴേ പണ്ട് എൻ്റെയൊക്കെ കുഞ്ഞിലേ ഇവിടെ ഉള്ള പാത്രമാണ് അത്. പക്ഷേ അതിപ്പോഴും ആരും കളഞ്ഞിട്ടില്ല, അവരത് ഉപയോഗിക്കുന്നുണ്ട്. പായസത്തിലെല്ലാം റെഡിയാക്കിയിട്ട് മാമനങ്ങോട്ട് ഇളക്കി തുടങ്ങി. ബാക്കിയെല്ലാം ആയി കേട്ടോ. ഇനിയിപ്പം പപ്പടവും കൂടെ റെഡിയാക്കിയാൽ മതി. ബാക്കിയെല്ലാം അവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും പല വഴിക്കിരുന്ന് കാര്യമൊക്കെ പറയുന്നു. പണ്ടൊക്കെ അടിപൊളിയായിരുന്നു. എല്ലാവരും ആരും കല്യാണം കഴിച്ചിട്ടില്ല, അപ്പം എല്ലാവരും വരും. ഇപ്പോൾ പിന്നെ എല്ലാവരും കല്യാണം കഴിച്ച് ചേച്ചിമാരൊക്കെ പല വഴിക്ക് പോയി. അവർക്കൊക്കെ ഓരോ അസൗകര്യങ്ങൾ, അവർ ഭർത്താവിൻ്റെയൊക്കെ വീട്ടിൽ അവർക്ക് ഉത്സവങ്ങൾ. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പം എല്ലാവർക്കും വരാൻ പറ്റത്തില്ല. പിന്നെ എനിക്ക് എന്തോ ഭയം കൊണ്ട് എനിക്കിങ്ങനെ വരാൻ പറ്റും. നമ്മുടെ നാട്ടിലെ കടയ്ക്ക് തിരുവാതിരയും ശിവരാത്രിയും എല്ലാം കഴിഞ്ഞ്, അതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെ ഏറ്റവും അവസാനമുള്ള പപ്പടം റെഡി. ഇനി നമുക്ക് സദ്യ കഴിക്കുവാണ്. ഇഞ്ചി, മാങ്ങ, നാരങ്ങ, തോരൻ, പയർ എല്ലാം ഉണ്ട് കേട്ടോ. എല്ലാം നല്ല അടിപൊളി ഐറ്റംസ് ആയിരുന്നു. പയർ മെഴുക്കുവരട്ടി, സലാഡ്. ഇത് നമ്മുടെ കാഷ്നട്ട് വെച്ചൊരു തീയിലുണ്ടാക്കിയതായിരുന്നു. അതായിരുന്നു ഈ സദ്യയുടെ ഹൈലൈറ്റ്. അടിപൊളി ടേസ്റ്റായിരുന്നു. വറുത്തരച്ച് തേങ്ങയൊക്കെ വറുത്തരച്ച് കാഷ്നട്ടൊക്കെ ഇട്ട് അടിപൊളിയായിരുന്നു. എല്ലാവരും കഴിച്ചു കേട്ടോ. അവസാനം ഞാനും ആര്യച്ചേച്ചിയും ചിന്നു ചേച്ചിയും കൂടി ഇരിക്കാമെന്ന് വെച്ചിട്ട് ഇരിക്കുവാണ്. ഇവർ ഫുള്ള് ഡാൻസ് കഴിച്ചങ്ങോട്ട് കഴിഞ്ഞതേ ഉള്ളൂ. ഞാൻ പൊന്നൂട്ടി എടുത്ത് പറഞ്ഞ് കിടന്ന് ചാടരുതേ, പൊന്നൂട്ടിക്ക് ഇപ്പം പനി കഴിഞ്ഞ് മരുന്ന് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അമ്പലത്തിൽ ഒന്ന് തൊഴുവാലോ എന്ന് വെച്ചിട്ട് വന്നതാണ്. കണ്ണൻകുട്ടൻ പാവമാണ്, അവൻ ഫുള്ള് സൈലൻ്റാണ്. അവൻ എൻ്റെ കൂടെ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഇവർ 3 ചാട്ടം. വൈകിട്ട് ഫ്ലോട്ട് കാണാൻ പോകണമെന്നുണ്ട്. നല്ല മഴ വരുന്നു. നല്ല മഴയെന്ന് വെച്ചാൽ നല്ല കോളാണ്. നല്ലപോലെ പെയ്യുമെന്ന് എനിക്ക് തോന്നുന്നു. നല്ല മഴ തുടങ്ങി കേട്ടോ. നല്ല മഴ തുടങ്ങി. അതിപ്പോൾ ഈ വീഡിയോയിൽ അധികം കാണാത്തതാണ്. നല്ല അടിപൊളി മഴ. രാത്രി ഏകദേശം 8 മണി വരെയൊക്കെ മഴ പെയ്തായിരുന്നു. ഇവിടെ അപ്പുറത്തും ഇപ്പുറത്തും 2 വീട് കാണുന്ന 2 അണ്ണന്മാരെയാണ്, അനിയനും ചേട്ടനും. മാമൻ്റെ മക്കൾ അവർ തൊട്ടപ്പുറത്തും ഇപ്പുറത്ത് തന്നെയാണ് വീട് വെച്ചേക്കുന്നത്. ഈ വീടായിരുന്നു കുടുംബം പണ്ട് നല്ല രസമായിരുന്നു. എല്ലാവരും കൂടെ ഹാളിൽ ഇങ്ങനെ പാവിരിച്ചൊക്കെ ആയിരുന്നു ഭരണിയുടെ അന്ന് രാത്രി കിടക്കുന്നത്. ഭരണിയെന്ന് ഞാൻ പറഞ്ഞത് മീനഭരണിയുടെ അന്ന്. വൈകിട്ട് ഫ്ലോട്ടൊക്കെ കാണാൻ പോയി കേട്ടോ. ഭയങ്കര മഴയുണ്ട്. എനിക്ക് വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. പിന്നെ പിള്ളേർക്കൊക്കെ കാണണമല്ലോ എന്ന് വെച്ചാൽ ചിന്തി ചേച്ചിയും ആര്യച്ചേച്ചിയും നമ്മളെല്ലാം മാമനും അണ്ണനും അങ്ങനെ എല്ലാവരും കൂടെ ഇറങ്ങിയാണ്. അമ്മ വന്നില്ല. അമ്മയ്ക്ക് കാല് വയ്യ, അതുകൊണ്ട് അമ്മ വന്നില്ല. ഭയങ്കര മഴയായതുകൊണ്ട് എല്ലാ വർഷവും ഇവിടെ ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ ഫ്ലോട്ടുകളെല്ലാം പോകും കേട്ടോ. ഇതിപ്പം
ഭയങ്കര മഴയായതുകൊണ്ട് ഇവർ ഇത്രയും ലേറ്റായതാണ്. നമ്മുടെയൊക്കെ നാട്ടിൽ 8-10 മണിയാകുമ്പോഴല്ലേ ഫ്ലോട്ടൊന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. ഞാൻ ഇന്ന് വീട്ടിൽ പുറത്തിരുന്നാണ് ഈ വോയിസ് ഓവർ കൊടുക്കുന്നത്. അതുകൊണ്ട് ചില സൗണ്ടുകളൊക്കെ വേറെയൊക്കെ കേൾക്കും. പിന്നെ എൻ്റെ വോയിസ് എൻ്റെ വീഡിയോസ് കാണുന്നവർക്കറിയാം വളരെ മോശമാണ്, അതൊക്കെ ക്ഷമിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി നാളെ നമ്മളിവിടുന്ന് പോകത്തുള്ളൂ. നാളെ രാവിലെ അങ്ങ് പോകാമെന്ന് വെച്ചാൽ ഇന്ന് റോഡൊക്കെ ഫുള്ള് ബ്ലോക്കാണ്, അതുകൊണ്ട് പോകാൻ പറ്റത്തില്ല. ഏട്ടനോ ഉണ്ണുകൊണ്ടൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അങ്ങ് പോകാമെന്ന്, എനിക്ക് ഒറ്റയ്ക്കൊരു ധൈര്യമില്ല. അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുകയാണ്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.